Hello students, welcome to this section and എൻ്റെ പേര് ആൻഡോ സിവേർ മാത്യു. അപ്പോൾ ഞങ്ങൾക്കറിയാം ഞാനാണ് നിങ്ങൾക്ക് സീസാറിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ സെക്ഷനിൽ UPSC പ്രിലിംസ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. പ്രിലിംസിന് വേണ്ടി അങ്ങനെ പഠിക്കണം, അതിൻ്റെ കാര്യങ്ങൾ, മെയിൻസിൻ്റെ ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് മെയിൻസിന് എത്ര ടൈം കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളിതൊക്കെ നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ UPSC പ്രിലിംസിനകത്ത് നമുക്കറിയാം പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 ആണ് സീസാറ്റ് എന്ന് പറയുന്നത്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്ന സാധനങ്ങളാണ്. ഹിസ്റ്ററി വരും, പൊളിറ്റി, എക്കോണമി, എൻവയൺമെൻറ്റ്, ജിയോഗ്രഫി, സയൻസ് ആൻഡ് ടെക് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇതിനകത്ത് തന്നെ സബ്ബായിട്ട് വരുന്നുണ്ട്. അപ്പം ഹിസ്റ്ററിക്കകത്ത് തന്നെ നിങ്ങൾക്കറിയാം ഏതൊക്കെയുണ്ട്. 3 നമുക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ തിരിക്കാം. ഏതൊക്കെയായിട്ടാണ്? ഏൻഷ്യൻ്റ് വരും അല്ലേ, ഏൻഷ്യൻ്റ്, മിഡീവൽ വരും, പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ എന്ന് പറയും അല്ലേ. ഇങ്ങനെ 3 ഇതിനെ തരംതിരിച്ചാണ് നമ്മൾ പഠിക്കാൻ നേരത്തും പഠിക്കുന്നത്. ഏൻഷ്യൻ്റ്, മിഡീവൽ ആൻഡ് മോഡേൺ ഇന്ത്യ, അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് പല കാലഘട്ടത്തിൽ. അപ്പം നിങ്ങളിത് പഠിക്കാൻ നേരത്ത് ഏത് ടോപ്പിക്ക് പഠിക്കാൻ നേരത്തും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏതൊരു പുസ്തകം, സ്റ്റാൻഡേർഡ് പുസ്തകങ്ങളാണ്. ഒന്നുകിൽ NCERT ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആൾക്കാർ പബ്ലിഷ് ചെയ്ത ബുക്കുകളായിരിക്കും ഓരോന്നിനു വേണ്ടി. കാരണം നമുക്ക് ഇഷ്ടംപോലെ ബുക്കുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ PDF വായിക്കാൻ പറ്റുന്നവർക്ക് PDF വായിക്കാം, അതല്ലാണ്ട് പേപ്പർ അങ്ങനത്തെ ഇത് ബുക്കായിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് ബുക്ക് നിങ്ങൾക്ക് മേടിച്ച് അത് വായിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഹിസ്റ്ററി, ഏൻഷ്യൻറ്റിന് ഇപ്പം ഞാൻ ഫോളോ ചെയ്ത സാധനമാണ്. ഏൻഷ്യൻറ്റിനാണ് ഞാൻ ഇത് ചെയ്തു, അതായത് NCERT വായിക്കുമത്. ഏൻഷ്യൻ്റ് ഇന്ത്യക്ക് ഞാൻ പഴയ NCERT ബുക്ക് വായിച്ചു. ഏൻഷ്യൻ്റ്, മിഡീവലും കുറച്ച് കവർ ചെയ്തായിരുന്നു. പിന്നെയാണെങ്കിൽ കൂടുതലും ഇതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, കൂടുതലും ഫ്രീ ആയിട്ട് PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കുമായിരുന്നു. പിന്നെ മോഡേൺ ഇന്ത്യക്ക് NCERTയും കവർ ചെയ്തു, പ്ലസ് അതിൻ്റെ കൂടെ സ്പെക്ട്രം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. മോഡേൺ ഇന്ത്യ സ്പെക്ട്രം എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട് മോഡേൺ ഇന്ത്യക്ക്. ഈ ഓരോ ടെസ്റ്റിനും പല എക്സാംസിനും ഉപയോഗിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഈ 2 ബുക്കുകളാണ് മോഡേൺ ഇന്ത്യക്ക് വേണ്ടി പഠിച്ചത്, അതുവേണ്ടി കവർ ചെയ്ത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇതിപ്പം ഏത് ബുക്ക് വായിച്ചാലും നിങ്ങൾ ഫസ്റ്റ് ഞാനിപ്പം ചെയ്യാമെന്ന് പറയുന്നത്, ഇപ്പം NCERT ആണെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾ, നിങ്ങൾ ഫസ്റ്റ് ഒരു ബുക്ക് വായിക്കുക. ബുക്ക് ഫുള്ള് വായിക്കാൻ നേരത്ത് ഫ്രം പേജ് 1 to പേജ് ലാസ്റ്റ് വരെ നിങ്ങൾ ഫുള്ള് വായിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ മാർക്ക് ചെയ്തു, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നോക്കൂ. ഇത് ചെയ്യാൻ നേരത്ത് പെൻസിലുകൊണ്ട് ചെയ്യും, പേന കൊണ്ടോ വേറെ മാർക്കർ കൊണ്ടൊന്നും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പെൻസിലുകൊണ്ട് നിങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വിടും. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ബുക്ക് വായിക്കാൻ നേരത്തെ പെൻസിലുകൊണ്ട് അണ്ടർലൈൻ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഹിസ്റ്ററിയാണ് വായിച്ച് തീർത്തതെങ്കിൽ ആ NCERT അതിൻ്റെ വായിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ PYQs, പ്രിലിംസിന് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് ചോദിച്ച PYQs നിങ്ങൾക്ക് കമ്പൈലേഷൻ കിട്ടും. അപ്പം ഇത് എടുത്ത് PYQs നോക്കുക. എന്നിട്ട് PYQസിൻ്റെ മൊത്തം എല്ലാ PYQs കൂടി നിങ്ങൾ ട്രൈ ചെയ്യാൻ നേരത്ത് അതിനകത്ത് PYQ എല്ലാം നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് പലതും മനസ്സിലാവും. അതായത് നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എത്ര എണ്ണം ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഇമ്പോർട്ടൻസ് എന്ന്. ഇപ്പം NCERTയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും NCERT പല ഇതിനും, പ്രത്യേകിച്ച് ജോഗ്രഫിക്കും NCERT പ്രിഫർ ചെയ്യും. കാരണം ഇതിനകത്ത് വരുന്ന PYQൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ്ലി NCERTയിൽ ഏതാണോ സ്റ്റേറ്റ്മെൻറ്റ് അത് അതേപടി തന്നെ ചോദിക്കുവാണ്. അപ്പം നിങ്ങളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ PYQs അനലൈസ് ചെയ്യുക. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ പെൻസിലോട് മാർക്ക് ചെയ്തതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലതെങ്കിൽ നിങ്ങളത് മായ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് അല്ല, അത് മായ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. വേറെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അതാണ് പെൻസിലോട് മാർക്ക് ചെയ്യാൻ പറയുക. എന്നിട്ട് നിങ്ങൾ സൈഡിൽ എന്തെങ്കിലും എഴുതി വെക്കുക. ഇപ്പോൾ ഹിസ്റ്ററിക്ക് ഏതൊക്കെയാണ്? ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ ഇന്ത്യ, NCERT വായിക്കാം. പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യക്കാണെങ്കിൽ സ്പെക്ട്രം എന്ന ബുക്കുണ്ട്. ഇതുപോലെ തന്നെ പൊളിറ്റി മേജറായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നത് ലക്ഷ്മികാന്താണ് അല്ലേ. ലക്ഷ്മികാന്തിൻ്റെ ബുക്കുണ്ട്. ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. ലക്ഷ്മികാന്തുണ്ട്. അതുപോലെ തന്നെ NCERT ബുക്സും കിട്ടും. അതായത് NCERT പല +1 +2 അതുപോലെ തന്നെ 10th NCERT വായിക്കുക. നിങ്ങൾക്കിപ്പോൾ സമയം തീരെ കുറവാണെങ്കിൽ ഫസ്റ്റ് ലക്ഷ്മികാന്ത് കവർ ചെയ്യും. ലക്ഷ്മികാന്തിനകത്ത് തന്നെ നിങ്ങൾക്ക് പൊളിറ്റിക്കകത്ത് തന്നെ വേണമെങ്കിൽ സെലക്റ്റീവായിട്ട് പഠിക്കാം. ആദ്യം ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പിന്നെ അതുപോലെ തന്നെ പാർലമെൻറ്റ്. ഇതൊക്കെ ആദ്യമേ അതിനെ കവർ ചെയ്ത് തീർക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കി കൂടുതൽ, കാരണം ഇതൊക്കെയാണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പാർലമെൻറ്റ്, പിന്നെ അതുപോലെ പ്രിയാമ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എപ്പോഴും അതിനകത്ത് മിനിമം ഒരു ചോദ്യം എങ്ങനെയും വരും. ഓരോ സെക്ഷനിൽ നിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് വരാം, പാർലമെൻറ്റിൽ നിന്ന് വരാം, അത് ചോദിക്കാം. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ NCERTയുടെ ഇപ്പം ടൈം അനുസരിച്ചാണെങ്കിൽ ഫസ്റ്റ് ലക്ഷ്മികാന്ത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ NCERTയോട് കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബേസിക് ആയിട്ട് കുറേ നിങ്ങൾ ലക്ഷ്മികാന്ത് വായിച്ച സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലായിരിക്കും. അത് നിങ്ങൾക്ക് എവിടെ കിട്ടും? NCERTക്കകത്ത് ചില പ്രത്യേക ടോപ്പിക്കുകൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു അണ്ടർലൈൻ മീനിങ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ NCERTക്കകത്ത് കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോജിക്കായിട്ട് ഓരോന്ന് ചിന്തിക്കാനും ഓരോ ചോദ്യങ്ങളുടെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക്സിന് നിങ്ങൾക്ക് NCERT നോക്കാം. പക്ഷേ NCERT ചിലപ്പം കുറച്ച് ഈ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ചിലപ്പം അത് കുറച്ച് പാടായിട്ട് അതിനകത്ത് പല ടൈംസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പാടാന്ന് തോന്നും. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക്സ് വായിക്കുക. ആരെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് പല ബുക്കും കിട്ടും. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾ ഫസ്റ്റ് PDF ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഫ്രീ PDF നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി UPSC ഫ്രീ ബുക്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നടത്താൻ മിക്കതും ഫ്രീ PDF മിക്കവാറും കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്യുക. ചെയ്യേണ്ട ഇത് എല്ലാത്തിനും ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഒരു ബുക്ക് ഉണ്ടാകും. അതായത് നിങ്ങളൊരു ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡായിട്ട്, നമ്മളിപ്പോൾ ഒരു ട്രീ എടുക്കണമെങ്കിൽ ഒരു ട്രീയുടെ ട്രങ്ക് പോലെ ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് നിങ്ങൾക്ക് മെയിനായിട്ട് വേണം. ആ ബുക്കിൽ നിന്ന് പിന്നെ അതിൻ്റെ ശിഖരങ്ങൾ പോലെ എക്സ്ട്രാ വേറെ സൈഡിൽ നിന്ന് ഏതെങ്കിലും ബുക്ക് അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാൻഡേർഡ്, ഓരോ ടോപ്പിക്കിനും ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാൻഡേർഡ്. ഇപ്പം പൊളിറ്റിക്കാണെങ്കിൽ ലക്ഷ്മികാന്ത് സ്റ്റാൻഡേർഡായിട്ട് വെക്കുക. എന്നിട്ട് പ്ലസ് ഇതൊരു ലക്ഷ്മികാന്ത് ബുക്ക്, അതിൻ്റെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇത് ലക്ഷ്മികാന്താണ്. അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും ഇപ്പം കറണ്ട് അഫയേഴ്സിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റ് വായിക്കുന്നതായിക്കോട്ടെ NCERT ആയിക്കോട്ടെ, അത് നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, പല ബുക്കുകൾ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ പല ബുക്കുകൾ വായിച്ചുകൊണ്ട് പോകരുത്. അതായത് ഇപ്പം പൊളിറ്റിയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെ ലക്ഷ്മികാന്ത് നിന്ന് വായിച്ചു, NCERT നിന്ന് വായിച്ചു, വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് വായിച്ചു, അതേ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ബാക്കി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പാർലമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഇതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയരുത്. നിങ്ങൾ കവർ ചെയ്യാൻ നേരത്ത് എല്ലാം കവർ ചെയ്യണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുക. ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്തിട്ട് അത് വായിച്ച് തീർക്കുക. അതിനകത്തുള്ള നമുക്ക് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും അതിനകത്ത് കവർ ആക്കുക. എന്നിട്ട് അഡീഷണൽ ഇൻഫർമേഷന് വേറെ ബുക്കിലേക്ക് കവർ ചെയ്യുക. അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ബുക്കിൻ്റെ സ്റ്റാർട്ടിങ് മാത്രം വായിച്ചു തുടങ്ങും, അവസാനത്തേക്ക് എത്തില്ല. ഇപ്പം എല്ലാ ബുക്കും ഇപ്പോൾ പൊളിറ്റി ആണെങ്കിൽ സ്റ്റാർട്ടിങ് എല്ലാത്തിൻ്റെയും പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, സിറ്റിസൺഷിപ്പ് ഇതിൻ്റെ കാര്യങ്ങളായിരിക്കും. പക്ഷേ ലാസ്റ്റിലേക്ക് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസോ ബാക്കി ഇലക്ഷൻ്റെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പം അങ്ങ് വരെ എത്തില്ല, നിങ്ങളത് ഇഗ്നോർ ചെയ്ത് കളയും. ഓക്കെ, അപ്പം എൻവയർമെൻറ്റ് ഞാനിപ്പോൾ നോക്കുന്നത് PMFൻ്റെ ബുക്കാണ്. PMFൻ്റെ എൻവയർമെൻറ്റാണ് കൂടുതലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചാണ് ഞാനിപ്പോൾ അതിൻ്റെ പഠിക്കുന്നത്. അപ്പം അത് ആ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കിട്ടും, നോക്കി അല്ലെങ്കിൽ പൈസ കൊടുത്ത് സംതിങ് എനിക്ക് I think 450 or 500 സംതിങ് ആണ്. ജോഗ്രഫി ഇതുപോലെ തന്നെ PMFൻ്റെയും കിട്ടും, ബാക്കി പലതിൻ്റെയും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇറക്കുന്ന ജോഗ്രഫി ബുക്ക് കിട്ടും. പ്ലസ് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത് NCERT വായിക്കുക. ജോഗ്രഫിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ NCERT വായിച്ചിരിക്കണം. ഇപ്പോൾ വേറെ എന്തിനും മസ്റ്റായിട്ട് പൊളിറ്റി ഞാൻ ഓൾമോസ്റ്റ് കുറച്ചുകൂടി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വായിക്കുക നല്ലതാണ്. പക്ഷേ ജോഗ്രഫിക്ക് നിങ്ങൾ NCERT മസ്റ്റായിട്ട് വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജോഗ്രഫി പല ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം കോപ്പിയാണ്. അതായത് NCERTക്ക് കൊടുത്ത് NCERTയിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സാക്ട്ലി അതേപടി തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടായിരിക്കും പ്രിലിംസിനകത്ത് ചോദിച്ചാണ്. അതുകൊണ്ട് NCERT മസ്റ്റായിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വേറെ അഡീഷണൽ ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടി അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ബുക്കുകൾ വായിക്കാം. ഓക്കെ, NCERT പ്രത്യേകിച്ച് ക്ലാസ് 11 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ജോഗ്രഫി അതും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിനെ പറ്റിയുള്ള ആ ബുക്കുകളും ഇത് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ജോഗ്രഫി വായിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇപ്പം ക്ലാസ് 6 തൊട്ടുള്ള വായിക്കാം. ഇപ്പം ചിലർ പറയുന്നത് ക്ലാസ് 6 തൊട്ട് വായിക്കുക. ഞാൻ എല്ലാം കംപ്ലീറ്റ്ലി വായിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. 7, 6 ബുക്കുകളും അതൊക്കെ പെട്ടെന്ന് തരും, നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നുള്ളൂ. 6, 7, 8 അത് ബുക്കുകളൊക്കെ. പിന്നെ പക്ഷേ മസ്റ്റായിട്ട് ക്ലാസ് 11 വായിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, നിങ്ങളിത് റിവിഷൻ കൂടി ചെയ്യണം. ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, നമ്മളിത് എവിടെ വായിച്ചിട്ടുണ്ടെന്നുള്ള ബോധം കിട്ടും, പക്ഷേ നമുക്ക് കൺഫ്യൂഷനായി പോകും. നമുക്കൊരു എക്സൈറ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല, കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് വരുന്നത്, നമ്മൾ റിവിഷൻ മസ്റ്റാണ്. ഓക്കെ, എല്ലാ ഇതിനകത്തും റിവിഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഞാൻ അടുത്ത സയൻസ് ആൻഡ് ടെക്കും ഇതുപോലെ തന്നെ ഇതിൻ്റെ ബുക്ക് നോക്കുക, സ്റ്റാൻഡേർഡ് ബുക്ക് ഏതെങ്കിലും നോക്കുക, പിന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് അത് ലിങ്ക് ചെയ്യാൻ നോക്കുക. ഇതെല്ലാം നിങ്ങൾ കറണ്ട് അഫയേഴ്സായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കണം. അതായത് ജോഗ്രഫി ഇപ്പോൾ കറണ്ട് അഫയേഴ്സായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പ്ലേസസ് ഇൻ ന്യൂസ്, പല സ്ഥലങ്ങളുടെ ഇത്, അല്ലെങ്കിൽ ഓരോ മാപ്പ് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും കറണ്ട് അഫയേഴ്സായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ആ റീസെൻ്റായിട്ട് ന്യൂസിൽ വന്ന ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിവേഴ്സോ ഇതൊക്കെ ആയിരിക്കും, ലേക്സോ ഇതൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അപ്പോൾ അത് കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിട്ട്. അതുപോലെ തന്നെ എൻവയൺമെൻറ്റിനകത്ത് വരാം, എക്കണോമിക്സിനകത്ത് വരാം, പൊളിറ്റിക്കകത്ത് വരാം. ഇതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഇപ്പം റീസെൻ്റായിട്ട് എനിക്കാണ് 2023 പ്രസിഡന്റ് ഇലക്ഷൻ നടന്ന സമയത്ത്, ആ സമയത്തുള്ള 2023 പ്രിലിംസിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു, പ്രസിഡന്റ് ഇലക്ഷനെ പറ്റിയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിനകത്ത് ആ സമയത്ത് പ്രസിഡന്റ് ഇലക്ഷൻ നടന്ന സംഭവമാണ്, കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ കൊല്ലം 2024 ക്വസ്റ്റിനകത്തായിരുന്നു തോന്നുന്നു ഇത് വുമൺ റിസർവേഷൻ അതിനെപ്പറ്റിയുള്ള ചോദ്യം വന്നായിരുന്നു. അത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വേണം നമുക്ക് പറയാം, കാരണം ആ സമയത്താണ് ബില്ല് പാസ്സാക്കിയത് പാർലമെൻറ്റ്.
അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, ഇതുമായിട്ട് കറണ്ട് അഫയേഴ്സ് വായിക്കാനകത്ത് നിങ്ങൾ ഫസ്റ്റ് സിലബസ് കവർ ചെയ്യുക. ഫസ്റ്റ് സിലബസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഇതായിട്ട് സിലബസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. അതായത് കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന നിങ്ങൾക്ക് നമ്മുടെ സിലബസിനകത്ത് പഠിക്കാൻ എന്തൊക്കെയാണുള്ളത് അതിനെ ബേസ് ചെയ്ത് കറണ്ട് അഫയേഴ്സിന് എന്തൊക്കെയാണ് വരുന്നത് അത് നിങ്ങൾ ലിങ്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, പിന്നെ ഇതാണ് പെട്ടെന്നൊരു ചെറിയൊരു വീഡിയോക്കകത്ത് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ റിവിഷൻ മസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമല്ല, ഒരു 3 വട്ടമെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളത് എല്ലാവരും പേടിക്കേണ്ട. അതായത് ഇപ്പം ഒരു NCERT തന്നെ 3 വട്ടം വായിക്കാമെന്നില്ല. അതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് വായിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വായിക്കാൻ നേരത്തെ ഇമ്പോർട്ടൻസ് പോയിൻ്റ് ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ഇത് കവർ ചെയ്യും. അതായത് PYQs നോക്കി ഇതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്, ഏതൊക്കെ സെക്ഷനിൽ നിന്നാണ് ചോദ്യം വന്നത്, എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് വായിക്കാൻ നേരത്ത് ഒന്നുകൂടി മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, മൂന്നാമത് പിന്നെ നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് വായിച്ചാൽ മതി. ഫുൾ ഫ്രം പേജ് 1 to പേജ് ലാസ്റ്റ് വരെ വായിക്കേണ്ട ആവശ്യമില്ല. അതായത് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഏതൊക്കെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് നോട്ട് ഉണ്ടാക്കി മാറ്റി വെച്ചത് നോട്ടായിട്ട് എഴുതിയാണ് ആ നോട്ട് വായിക്കുക. പിന്നെ അല്ലാണ്ട് ഫുള്ള് കംപ്ലീറ്റ്ലി ആദ്യത്തെ തവണ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഒന്ന് വായിക്കേണ്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓടിച്ചു പോകുക. അപ്പം ഇത്രയാണ് ഒരു പ്രിലിംസിനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്കറിയാം നമുക്കറിയാം ഓരോ സബ്ജക്റ്റ് വൈസ് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും ഓരോന്ന് എങ്ങനെയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാൻ. അത്യാവശ്യം നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ സിലബസ് കുറച്ച് വാസ്റ്റാണ്. അതായത് എല്ലാ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ വേണം. ഹിസ്റ്ററിയെ പറ്റിയാണെങ്കിലും പൊളിറ്റി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും എൻവയോൺമെൻറ്റ് ആണെങ്കിലും ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്, ഇത് എല്ലാത്തിനെ പറ്റി നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ വേണം. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം താങ്ക് യു.